കൃഷി അറിവുകൾ കിരീടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കल्स ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. लेकिन मैं किसान भाई बहनों को भी कहूंगा कि आपको भी मेरी मदद करनी होगी, और वो मेरी मदद है इतना ही नहीं, मेरे किसान भाई बहन आपकी भी मदद है, और वो है ये धरती माता को बचाना. हम धरती माता को अगर नहीं बचाएंगे तो यूरिया की कितने ही थैले डाल दे, ये धरती मां हमें कुछ नहीं देगी. और इसलिए जैसे शरीर में बीमारी हो जाए तो दवाई भी हिसाब से लेनी पड़ती है. 2 गोली की जरूरत है, 4 गोली खा लें तो शरीर को फायदा नहीं, नुकसान हो जाता है. वैसा ही ये धरती मां को भी अगर हम जरूरत से ज्यादा, पड़ोस वाला ज्यादा बोरी डालता है इसलिए मैं भी बोरी डाल दूं, इस प्रकार से अगर करते रहेंगे तो ये धरती मां हमसे रूठ जाएगी. यूरिया खिला खिला करके हमें धरती माता को मारने का कोई हक नहीं है. ये हमारी मां है, हमें उस मां को भी बचाना है. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ, പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയവാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും.
ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ. നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പച്ചക്കറി കൃഷിയും സംരംഭകത്വ സാധ്യതകളും. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യുന്നവരായിരിക്കുമല്ലോ. എന്നാൽ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്ത് ഇതിൽ നിന്നും നേട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ പച്ചക്കറി കൃഷി മേഖല നൂതന കാർഷിക സംരംഭങ്ങൾക്ക് നിരവധി അവസരങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. കാലങ്ങളായി ഭക്ഷ്യസുരക്ഷയ്ക്ക് അടിത്തറയായ ഈ കൃഷി മേഖല ഇന്ന് വ്യത്യസ്തമായ സാമ്പത്തിക സാധ്യതകളും സംരംഭകത്വ സാധ്യതകളും വാഗ്ദാനം ചെയ്യുന്നു. കൃഷിയെ ഒരു ജീവിത മാർഗം എന്നതിലുപരി ലാഭകരമായ വ്യവസായ സംരംഭമാക്കിയവർ ഇന്ന് നിരവധിയാണ്. പരമ്പരാഗത കൃഷിരീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പുതിയ കാർഷിക സംരംഭങ്ങൾ കേരളത്തിലെ പച്ചക്കറി കൃഷിക്ക് പുത്തൻ ഉണർവാണ് നൽകുന്നത്. പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമായ പച്ചക്കറികൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്യുന്നു. ആരോഗ്യരക്ഷയിലും അതിനുതകുന്ന ഉൽപ്പന്നങ്ങളിലും സമൂഹത്തിൽ ഏറിവരുന്ന താൽപര്യം പച്ചക്കറി കർഷകർക്കും സംരംഭകർക്കും മികച്ച അവസരമാണ് നൽകുന്നത്. പച്ചക്കറി കൃഷി രംഗത്തെ സംരംഭകത്വ സാധ്യതകൾ നിരവധിയാണ്. ഏതെല്ലാമെന്ന് നോക്കാം. പച്ചക്കറി ഗ്രാഫ്റ്റിംഗ്. സംരംഭകരുടെ ശ്രദ്ധ നേടുന്ന ഒരു പ്രധാന മേഖലയാണ് പച്ചക്കറി ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക വിദ്യ വഴി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി തൈകൾക്ക് ബാക്ടീരിയൽ വാട്ടരോഗത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. തക്കാളി, വഴുതന, മുളക് എന്നിവയിൽ വ്യാപകമായി കാണപ്പെടുന്ന ഈ രോഗം കർഷകർക്കുണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. വഴുതന വർഗ പച്ചക്കറികളിലും വെള്ളരി വർഗ പച്ചക്കറികളിലും ഗ്രാഫ്റ്റിംഗ് വിദ്യ ഉപയോഗിച്ചു വരുന്നു. കീടരോഗ പ്രതിരോധ ശേഷിയും ഉയർന്ന ഉൽപാദനക്ഷമതയുമുള്ള ഗ്രാഫ്റ്റ് തൈകൾക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കിടയിൽ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. അത്തരം കർഷകരെ കേന്ദ്രീകരിച്ച് തൈ ഉൽപാദനവും വിതരണവും നടത്താം. തൈകളുടെ വിപണി വലുതാക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും കാർഷിക മാർക്കറ്റുകളും ഉപയോഗപ്പെടുത്താം. മൈക്രോ ഗ്രീൻ കൃഷി. വിത്ത് വിതച്ച് 7 മുതൽ 21 ദിവസത്തിനുള്ളിൽ വിളവെടുക്കുന്ന ചെറു സസ്യങ്ങളാണ് മൈക്രോ ഗ്രീൻസ്. സാധാരണ പച്ചക്കറികളെക്കാൾ പോഷക ഗുണത്തിൽ മുന്നിട്ടു നിൽക്കും ഈ ഇത്തിരി പച്ചകൾ. വിറ്റാമിനുകൾ, മിനറലുകൾ, പ്രോട്ടീൻ, ഫൈബർ എന്നിവയാൽ സമ്പുഷ്ടമായ ഈ സൂപ്പർ ഫുഡിന് ആവശ്യക്കാർ ഏറെയാണ്. കേരളത്തിൽ ആരോഗ്യകരമായ ഭക്ഷണത്തിന് പ്രാധാന്യം കൂടുന്നത് മൈക്രോ ഗ്രീൻസ് വിൽപ്പനയ്ക്ക് മികച്ച അവസരം നൽകുന്നു. നഗരങ്ങളിലാണ് ഇവയ്ക്ക് ഉപഭോക്താക്കൾ കൂടുതൽ. മണ്ണും വളവും ആവശ്യമില്ലാത്ത കൃഷി ആയതിനാൽ ശീതീകരിച്ച മുറിയിൽ സ്റ്റാൻഡുകളും ട്രേകളും വെളിച്ചവും ക്രമീകരിച്ച് മൈക്രോ ഗ്രീൻസ് ഉൽപാദനം നടത്താവുന്നതാണ്. ചെറുപയർ, ചീര, ബീട്രൂട്ട്, റാഡിഷ്, കാബേജ്, ഉലുവ, കടുക്, ബ്രോക്കോളി തുടങ്ങിയ വിവിധ ഇനങ്ങളുടെ മൈക്രോ ഗ്രീൻസ് ഇന്ന് പ്രചാരത്തിൽ
പ്രചാരത്തിലുണ്ട്. സംരംഭമായും തുടങ്ങുമ്പോൾ പോഷക ഗുണമുള്ള പച്ചക്കറി ഇനങ്ങൾ തിരഞ്ഞെടുത്ത് ഉൽപ്പാദിപ്പിക്കാം. പല ഇനങ്ങൾ ഒരുമിച്ച് ഒരു പാക്കായി വിൽക്കാവുന്നതാണ്. വേരിന് മുകളിൽ വെച്ച് അരിഞ്ഞെടുത്ത് ആകർഷണമായി പാക്ക് ചെയ്ത് മൈക്രോഗ്രീൻസ് വിപണിയിൽ എത്തിക്കാം. അടുത്തതായി ഹൈഡ്രോപോണിക്സ്. മണ്ണ് പൂർണ്ണമായി ഒഴിവാക്കി വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന ഹൈടെക് കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. പോഷകങ്ങൾ അടങ്ങിയ ലായനിയിലാണ് പച്ചക്കറികൾ വളർത്തുന്നത്. ഹൈഡ്രോപോണിക്സിൽ ജലം പുനഃചക്രമണം ചെയ്യപ്പെടുന്നതിനാൽ സാധാരണ മണ്ണിൽ കൃഷി ചെയ്യുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ വെള്ളം ആവശ്യമായി വരുന്നുള്ളൂ. മണ്ണില്ലാ കൃഷി ആയതുകൊണ്ട് രോഗകീടബാധ താരതമ്യേന കുറവായിരിക്കും. ഈർപ്പം, താപനില, പ്രകാശ തീവ്രത തുടങ്ങിയ ഘടകങ്ങൾ നിയന്ത്രിച്ച അന്തരീക്ഷത്തിലാണ് ചെടികൾ വളർത്തുന്നത്. ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് വാണിജ്യാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ മുതൽക്ക് കൂടുതലാണെന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ്. എന്നിരുന്നാലും പരിമിതമായ സ്ഥലത്ത് കൃഷിയിടം വെർട്ടിക്കലായി ക്രമീകരിച്ചു ഉയർന്ന ഉൽപാദനം നേടാൻ സാധിക്കും എന്നത് ഈ കൃഷിരീതിയുടെ ഒരു സവിശേഷതയാണ്. ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ പിന്തുടരുന്ന പ്രധാന രീതികൾ ന്യൂട്രിയന്റ് ഫിലിം ടെക്നിക്, ഡീപ് വാട്ടർ കൾച്ചർ എന്നിവയാണ്. ചെലവേറിയ സംരംഭമായതിനാൽ വിപണി മൂല്യം കൂടിയ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. സമീപകാലത്തായി നിരവധി യുവ സംരംഭകർ എക്സോട്ടിക് ഇലക്കറി ഇനങ്ങളായ ലെറ്റ്യൂസ്, കെയിൽ, പാക് ചോയ്, സെലറി, പാലക് എന്നിവ ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയിലൂടെ ഉൽപ്പാദിപ്പിച്ചു. ഇത് വളരെ വിജയമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ അപൂർവമായി കൃഷി ചെയ്യുന്നതും എന്നാൽ ബർഗറിലും സാൻഡ്വിച്ചിലും സാധാരണയായി ഉപയോഗിക്കുന്നതുമായ ഇത്തരം ഇനങ്ങൾക്ക് പ്രധാന ആവശ്യക്കാർ റെസ്റ്റോറന്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ മുതലായവയാണ്. അടുത്തതായി പച്ചക്കറി കൃഷിയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മുഖാന്തരമുള്ള സംരംഭക സാധ്യതകളെ കുറിച്ച് പരിചയപ്പെടാം. പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത് മികച്ച ഒരു സംരംഭ സാധ്യതയാണ്. വിളവെടുത്ത പച്ചക്കറികൾ അധികകാലം സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. എന്നാൽ അവ സംസ്കരിച്ച് വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാൽ വിപണിയിൽ നല്ല വില ലഭിക്കുകയും ചെയ്യും. വിവിധ തരം അച്ചാറുകൾ, കൊണ്ടാട്ടം, ജാം, ജെല്ലി, സ്ക്വാഷ്, കാൻഡി, സോസ്, ചട്നി, ചിപ്സ് മുതലായവ പച്ചക്കറികളിൽ നിന്നുള്ള പ്രധാന ഉൽപ്പന്നങ്ങളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളരി വിളയായ കുമ്പളങ്ങയിൽ നിന്നും കാൻഡി അഥവാ അഗ്രോപേഡ, ഹൽവ, ജാം, സ്വീറ്റ് ബോൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല രാജ്യാന്തര വിപണിയിൽ വരെ വൻ വളർച്ച നേടി മുന്നേറുന്ന ഒരു പ്രധാന സംരംഭമാണ് മുരിങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. മുരിങ്ങയില പൗഡർ, ക്യാപ്സ്യൂൾ, സൂപ്പ് പൗഡർ, മുരിങ്ങ ടീ ബാഗ്, ഹെൽത്ത് മിക്സ്, ഹെയർ ഓയിൽ, ഫേസ് ക്രീം, മുരിങ്ങ സീഡ് ഓയിൽ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ മുരിങ്ങയിൽ നിന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഔഷധ മൂല്യം അടങ്ങിയതും പോഷക സമൃദ്ധവുമായതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ മുരിങ്ങ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ്. കറികൾക്ക് മണവും രുചിയും നൽകുന്ന കറിവേപ്പിലയിൽ നിന്നും നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. കറിവേപ്പില പൗഡർ, ജ്യൂസ്, ചായ, ഹെയർ ഓയിൽ, ഷാംപൂ എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ. പച്ചക്കറി കൃഷിയിലെ മറ്റൊരു സംരംഭകത്വ സാധ്യതയാണ് പച്ചക്കറി തൈ നഴ്സറി. കേരളത്തിൽ വീട്ടുവളപ്പിലും കൂടാതെ വാണിജ്യാടിസ്ഥാനത്തിലുമുള്ള പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതിനാൽ ഗുണമേന്മയുള്ള വിത്തുകൾക്കും തൈകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് പ്രധാന തടസ്സം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ അപര്യാപ്തതയാണ്. സമയലാഭം, വിത്തുകളുടെ കുറഞ്ഞ അങ്കുരണശേഷി മൂലമുള്ള നഷ്ടം എന്നിവ കണക്കിലെടുത്ത് കർഷകർ തൈകളാണ് വിത്തിനെ അപേക്ഷിച്ച് കൂടുതലായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പച്ചക്കറി തൈകളുടെ ഉൽപാദനവും വിപണനവും നല്ലൊരു സംരംഭക സാധ്യതയാണ് പ്രദാനം ചെയ്യുന്നത്. ചെറിയ തോതിൽ സംരംഭം ആരംഭിക്കാൻ കുറച്ചു നിക്ഷേപം മതിയാകും എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ്. പ്രാഥമിക നിക്ഷേപത്തിന് ശേഷം തൈകളുടെ ഉൽപാദനം തുടർച്ചയായി നടത്തിയാൽ സ്ഥിര വരുമാനം ഉറപ്പാക്കാം. നാടൻ ഇനങ്ങളും ഹൈബ്രിഡ് പച്ചക്കറി തൈകളും ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഉപഭോക്താക്കളിൽ നല്ലൊരു പങ്കിനും ഹൈബ്രിഡ് ഇനങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അത്യുൽപാദന ശേഷിയും മികച്ച പ്രതിരോധ ശേഷിയും ഉണ്ടെന്നതാണ് പ്രധാന കാരണം. കൃഷിഭവനുകൾ, വാണിജ്യമായി കൃഷി ചെയ്യുന്നവർ, അടുക്കളത്തോട്ടം പരിപാലിക്കുന്നവർ തുടങ്ങിയവരാണ് പ്രധാന ആവശ്യക്കാർ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തുന്നതും ഓൺലൈൻ ഡെലിവറി സേവനങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതും തൈകളുടെ വിപണനം വർദ്ധിപ്പിക്കാൻ ഗണ്യമായി സഹായിക്കും. പച്ചക്കറി കൃഷിയിൽ നമുക്കറിയാം നല്ല വിളവുണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ശരിയായ ആളുകളിൽ എത്തിക്കണം. ഫാം ടു ടേബിൾ മോഡൽ. ഇടനിലക്കാരെ ഒഴിവാക്കി സോഷ്യൽ മീഡിയ, അതായത് നമ്മുടെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം വഴി നേരിട്ട് ഓർഡറുകൾ സ്വീകരിച്ച് വീടുകളിൽ എത്തിച്ചു നൽകാം. ആഴ്ചയിൽ ഒരിക്കൽ വെജിറ്റബിൾ ബോക്സ് വീടുകളിൽ എത്തിക്കുന്ന രീതി കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ സജീവമാണ്. ഈ മോഡൽ നമുക്കും നമ്മുടെ ഗ്രാമങ്ങളിലോട്ട് പരിചയപ്പെടുത്താവുന്നതാണ്. എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ്. കയറ്റുമതി സാധ്യതകൾ. കേരളത്തിലെ നാടൻ പയർ, വെള്ളരി, മരച്ചീനി, ചേന എന്നിവയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡുണ്ട്. ഗുണമേന്മയുള്ള പാക്കിംഗ് ഉറപ്പാക്കിയാൽ കയറ്റുമതി മേഖലയിൽ വളരെ വലിയൊരു വിപണന സാധ്യത തുറന്നു തരുന്നതാണ്. ഇതുപോലെയുള്ള മറ്റു വിപണന സാധ്യതകൾ ഏതെല്ലാമെന്ന് നോക്കാം. നമ്മൾ സംസാരിച്ച ഡയറക്ട് ടു കൺസ്യൂമർ മോഡലിലെ മറ്റൊരു മേഖലയാണ് ഫാം ഗേറ്റ് സെയിൽസ്. തോട്ടത്തിൽ തന്നെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആരംഭിച്ച് ഫ്രഷായി പച്ചക്കറികൾ വിൽക്കുക. വിനോദസഞ്ചാര മേഖലകളോ റോഡരികളോ ആണെങ്കിൽ ഇതിന് വലിയ ഡിമാൻഡ് ലഭിക്കും.
ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ വെറും ഒരു വിനോദോപാധിയല്ല, മറിച്ച് മികച്ചൊരു വിപണന കേന്ദ്രമാണ്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റികൾ, QR കോഡ് ലേബലിംഗ്, ഫ്ളാറ്റുകളിലെയും റെസിഡന്റ് അസോസിയേഷനുകളിലെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാവുകയോ സ്വന്തമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ദിവസേനയുള്ള സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുക. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഉപഭോക്താക്കളെ ലഭിക്കുന്നതാണ്. അതുപോലെ QR കോഡ് ലേബലിംഗ്. ഓരോ പാക്കിലും ഒരു QR കോഡ് നൽകുക. അത് സ്കാൻ ചെയ്താൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വീഡിയോയോ കർഷകന്റെ വിവരങ്ങളോ ലഭിക്കുന്ന രീതി ഉപഭോക്താക്കളിൽ വലിയ വിശ്വാസമുണ്ടാക്കും. ബ്രാൻഡിംഗും പാക്കേജിംഗും. മറ്റു കർഷകരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് നിങ്ങളുടെ ബ്രാൻഡിംഗ് ആണ്. എക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ്. പ്ലാസ്റ്റിക് ഒഴിവാക്കി തുണിസഞ്ചികളിലോ പേപ്പർ കവറുകളിലോ പാക്ക് ചെയ്യുന്നത് പരിസ്ഥിതി ബോധമുള്ള ഉപഭോക്താക്കളെ ആകർഷിക്കും. വാല്യൂ ആഡഡ് കോംബോ പാക്ക്. വെറുതെ പച്ചക്കറികൾ വിൽക്കാതെ സാമ്പാർ കിറ്റ്, അവിയൽ കിറ്റ്, സാലഡ് കിറ്റ് എന്നിങ്ങനെ തരംതിരിച്ച് വിൽക്കുന്നത് ലാഭം കൂട്ടും. കഴുകി വൃത്തിയാക്കി മുറിച്ച പച്ചക്കറികൾക്ക് നഗരങ്ങളിൽ 30 മുതൽ 40% വരെ വില കൂടുതൽ ലഭിക്കും. റെഡി ടു കുക്ക് പച്ചക്കറികൾ. അടുത്തതായി സ്ഥാപനങ്ങളുമായുള്ള കരാറുകൾ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈഅപ്സ്. സ്ഥിരമായ വിപണി കണ്ടെത്താൻ വലിയ സ്ഥാപനങ്ങളുമായി കരാറുകളിൽ ഏർപ്പെടാം. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പ്രീമിയം റെസ്റ്റോറന്റുകൾക്ക് ഗുണമേന്മയുള്ള പച്ചക്കറികൾ സ്ഥിരമായി എത്തിച്ചു നൽകാനുള്ള കരാറുകൾ. അതുപോലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങളുടെ ബ്രാൻഡിനായി ഒരു പ്രത്യേക ഇടം, ഷെൽഫ് വാടകയ്ക്കെടുക്കുക. ഇത് ബ്രാൻഡ് വാല്യൂ വർദ്ധിപ്പിക്കും. കാറ്ററിംഗ് യൂണിറ്റുകൾ. വിവാഹ സീസണുകളിൽ കാറ്ററിംഗ് യൂണിറ്റുകളുമായി മുൻകൂട്ടി കരാർ ഒപ്പിടുന്നത് വലിയ തോതിലുള്ള വിൽപ്പനയ്ക്ക് സഹായകമാകും. കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ്. കൂട്ടായ വിപണന രീതികൾ ചെറുകിട കർഷകർക്ക് കൂടുതൽ കരുത്തു നൽകുന്നു. FPO ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ മുഖാന്തരമുള്ളത്. 10-15 കർഷകർ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി സ്വന്തമായി ഒരു ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുക. ഇത് ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കുറയ്ക്കാനും വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. മൊബൈൽ വെജിറ്റബിൾ ഔട്ട്ലെറ്റുകൾ. വാഹനങ്ങളിൽ പച്ചക്കറികൾ വിവിധ റെസിഡൻഷ്യൽ ഏരിയകളിൽ എത്തിച്ചു നൽകുന്നത് പാരമ്പര്യ രീതിയാണെങ്കിലും ഇന്നും അത് ഫലപ്രദമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടംഫോസ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20-5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK
15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കളത്തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACT നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം
ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജല നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാവുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ
വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FACT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FACT കാർഷികം.